ഹലോ ഗായ്സ്, ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലോഞ്ചിൽ കയറി രാവിലെ ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നേരെ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. തിങ്സ് എല്ലാം നമ്മൾ ഓൾറെഡി കാറിൽ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ തന്നെ വിജിത്ത് ഓൾറെഡി ഡൗൺ ആയി. ലൊക്കേഷൻ വേറെ എവിടെയല്ല, സഫാരി പാർക്കിലാണ്. സാധനങ്ങളെല്ലാം നമ്മൾ കാറിൽ കയറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ പട്ടായ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ സഫാരി പാർക്കും കൂടെ കഴിഞ്ഞാൽ നേരെ നമ്മൾ വേറെ ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ പുള്ളി മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് എക്സാക്ട് ഒരു 1 hour ട്രാവൽ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പൊ നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പുള്ളി അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു ടോൾ ബൂത്ത് ആണ്. ഇവിടുന്ന് ടോൾ ചെയ്തിട്ട് വേണം നേരെ ആ ഹൈവേയിലേക്ക് കയറാൻ. ഇവിടെ ഒരു ഹൈവേ എന്ന് പറയുകയാണെങ്കിൽ ഒരു 4 or 6 ലൈൻസ് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ഇത് വൺ സൈഡ് തന്നെ ഒരു 4 or 6 ലൈൻസ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം അപ്പൊ ഇന്നലെയൊക്കെ മഴ തന്നെ ആയിരുന്നു, വലിയ മഴയും ചൂടും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത് നമ്മുടെ നാട്ടിലത്തെ സെയിം ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെ ഒരു 1 hour ജേർണി കഴിഞ്ഞു. പകുതിയൊക്കെ ഞാൻ ഉറങ്ങി, വീണ്ടും എഴുന്നേറ്റു, വീണ്ടും നോക്കുന്നു. അങ്ങനെ എക്സാക്ട് ഒരു ടൈമൊക്കെ ആയപ്പോൾ പുള്ളി വിളിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ സഫാരി പാർക്കിന്റെ എൻട്രിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ട് അത്യാവശ്യം. അങ്ങനെ അതെല്ലാം കൂടെ കഴിഞ്ഞ് പാർക്കിംഗ് ഏരിയയിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു ഗൈഡ് ചെയ്യാണ്. അങ്ങനെ പുള്ളിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. നൈസ് ആട്ടോ, ഒരു രക്ഷയില്ല. ഒരു എന്താ പറയാ, ഒരു കാടിന്റെ ഉള്ളിൽ വേണം നമ്മൾ ഇങ്ങനെ പോകാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബേസിക് എൻട്രി ഏരിയ. അപ്പൊ ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്, അതായത് കൗണ്ടർ ഏരിയയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ റീച്ചായി, ബാഗൊക്കെ ചെക്ക് ചെയ്തു. അപ്പൊ ഫുഡും തിങ്സ് ഒന്നും അവിടെ അലൗഡ് അല്ല. അപ്പൊ അവര് നമ്മുടെ സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അതിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം വെള്ളവും ബാക്കിയുള്ള സംഭവമല്ല നമുക്ക് അകത്തുനിന്ന് മേടിക്കാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ എൻട്രിയിലേക്ക് കയറി. കുറെ ആൾക്കാർ നമ്മുടെ പുറകിലുണ്ട്, അതാണ് എൻട്രി വേ. അപ്പൊ നമ്മള് ഒരു 11:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ഓൾമോസ്റ്റ് പകുതി പരിപാടി സ്റ്റാർട്ടപ്പ് ആയി എന്നാണ് അവർ പറഞ്ഞത്. എനിവേ ലെറ്റ് സീ, അകത്തോട്ട് തന്നെ പോവാം, കാഴ്ചകൾ കാണാം. അങ്ങനെ ഞാൻ കുറേ നടന്ന് ടയർഡായിട്ട് അവസാനം ഞാനൊരു ടോയ്ലറ്റ് കണ്ടുപിടിച്ചു. ഇതാണ് ടോയ്ലറ്റ്. ഞാൻ കുറച്ച് ഇംപ്രസ്ഡ് ആയിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷോയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എലിഫന്റിനെ കൊണ്ട് ഒരു പെയിന്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ സെയിം നാട്ടിലത്തെ സെയിം സംഭവമൊക്കെ തന്നെയാണ് ഇവിടെയും കാണാനായിട്ടുള്ളത്. Support the blue team and another part support the red team. Daddy Lovely from the yard. Okay, thank you for your support, everyone. Ladies and gentlemen, before you bring the display of the nature in our അങ്ങനെ അവസാനം ഇവര് വെള്ളം ചീറ്റി എല്ലാ ആൾക്കാരെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഇതൊരു ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ജസ്റ്റ് ഫണ്ണിക്കായിരിക്കുന്നു, പിന്നീടാണ് മനസ്സിലായത് ഇവര് പ്രോഗ്രാം കഴിഞ്ഞു അതിന്റെ സിഗ്നലാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നോക്കുമ്പം അടുത്ത ഈ സൈഡായിട്ട് ഓരോരോ വ്യൂസ് കാണാം. ഇത് ദ കൗ ഓഫ് സീ എന്നൊക്കെ പറയുന്ന മാനറ്റ് അല്ലേ ഇത്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ കണ്ടു. ഇത് അപ്പൊ നെക്സ്റ്റ് അടുത്ത് പോകുമ്പോൾ തന്നെ നമ്മളൊരു ടോട്ടോയിസ്, അതായത് ആമേനൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പം ഓരോ പ്രോഗ്രാംസ് ഓരോരോ ടൈമിലാണ്. അപ്പൊ ഇത് അടുത്തടുത്ത
അടുത്തല്ല, നമ്മൾ ഓടിപ്പടച്ച് വേണം അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ. അങ്ങനെ കുറേ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ അടുത്തൊരു കോമഡി ഒരു സ്റ്റണ്ടിങ് ആക്ഷൻ പ്രോഗ്രാമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ ഒരു സഫാരി വേൾഡിലേക്ക് വരുന്നത്. ഇപ്പൊ ഒരു പ്രോഗ്രാം കണ്ട് നമ്മൾ ഓടിപ്പിടിച്ച് വരുമ്പോഴേക്കും പകുതി ഒരു സൈഡ് കവറായി മൊത്തം. അപ്പൊ ഞങ്ങൾ സീറ്റ് തപ്പി കറക്റ്റ് നമുക്കൊരു മിഡിൽ സൈഡ് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആൾക്കാർ വന്ന് നിൽക്കും, തിക്കും തിരക്കും, വിരുത്ത് ഓടി ചാടി പിടച്ച് സീറ്റൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. അങ്ങനെ ഫൈനലി സീറ്റൊക്കെ സെറ്റായി. അപ്പം നമ്മൾ പ്രോഗ്രാം ഇപ്പം ഉടനെ അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞത്. ഇപ്പം അനൗൺസ്മെന്റ് കഴിഞ്ഞേ ഉള്ളൂ. Miss Sunny, German is asking for you, ma'am. German student, I'm Muslim. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പെണ്ണുണ്ട്, അയാളുടെ മകളാണ്. അപ്പോൾ ഇവളെ സ്നേഹിക്കുന്നൊരു റോബിൻ ഹുഡ് ഒരു പയ്യൻ. പിന്നീട് ഇയാൾ എന്തൊരു സയൻറ്റിസ്റ്റാണ്. അപ്പം ഇവർ ലോകം അങ്ങാണ്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ ടീംസാണ്, എതിർക്കാൻ വരുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം അങ്ങനെ എന്തൊക്കെ ഒരു ഡ്രാമറ്റിക് ആയിട്ടുള്ള സംഭവമാണ്. കഥ അവിടെ ഇവിടെ മനസ്സിലായി, പക്ഷെ ട്രാൻസ്ലേഷൻ ഇല്ലാത്തപ്പോൾ ഒന്നും വലുതായിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളെ വെള്ളം ഒഴിപ്പിച്ച് സ്ഥലം കാലിയാക്കി അവർ വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു നല്ല രസമുണ്ട്. ലാസ്റ്റ് ആയി വിജിത്തിൻ്റെ ദേഹത്തും എൻ്റെ ദേഹത്തൊക്കെ ആയി. അപ്പോൾ വീഡിയോ തൽക്കാലം പോസ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുവരെ ബൈ ബൈ.